ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മിനി വ്ളോഗാണ്. ഞാനും ഹസ്ബൻഡും ചേർന്നൊരു പർച്ചേസിന് ഇറങ്ങിയതാണ്. പക്ഷേ ഷോപ്പിംഗ് വന്നിട്ട് രാത്രി 9:30-ക്കാണ് കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങൾ പോയേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചെങ്ങന്നൂർ, ഞങ്ങളുടെ അടുത്തുള്ള ടൗണാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. ചെങ്ങന്നൂർ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് വിശാൽ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത്. എനിക്കൊരു വൈറ്റ് ടോപ്പും ഒരു ഷർട്ടുമാണ് വാങ്ങിച്ചത്. മോഡേൺ ടൈപ്പ് ഡ്രസ്സാണ് കൂടുതലായും വുമൻസിൻ്റെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഒക്കെ അവിടെ വന്നിട്ടുള്ളത്. ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായപ്പോൾ തന്നെ ഞാൻ ബാസ്ക്കറ്റിലാക്കി. എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയതല്ല, ദേവൂട്ടിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. നല്ല മോഡേൺ ടൈപ്പ് ഡ്രസ്സ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ 2-3 പൊക്കി. ഡ്രസ്സുകളെല്ലാം തന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെ സെലക്ട് ചെയ്യണമായിരുന്നു. കാരണം നമുക്ക് എല്ലാം തിരഞ്ഞെടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ തിരഞ്ഞെടുത്ത് വരുമ്പോൾ തന്നെ കുറേ സമയമാകും. ഓൾറെഡി ഞങ്ങൾ 9 മണിയായപ്പോൾ ഷോപ്പിൽ വന്നത് തന്നെ. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും അധികം പോകാറില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഷോപ്പിൽ മൊത്തത്തിൽ ഒന്ന് കറങ്ങാമല്ലോ വെച്ചിട്ട് ആ ഷോപ്പിൽ മൊത്തത്തിലൊന്ന് കയറി കണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യലായിരുന്നു എൻ്റെ പണി മൊത്തം. വെള്ള ടോപ്പ് എടുത്ത് ജസ്റ്റ് എനിക്ക് ചേരുവോ നോക്കിയതേ ഉള്ളൂ. ഞാനത് എടുക്കാൻ പോയില്ല, കാരണം എനിക്കത് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഡ്രസ്സ്. അതിനുശേഷം ഞാനൊരു വൈറ്റ് കളറിലെ ആങ്കിൾ ബോട്ടം എടുത്ത് ദേവൂട്ടൻ്റെ ഡ്രസ്സ് എടുക്കേണ്ടതുകൊണ്ട് ഒരുപാട് നേരം എനിക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് തപ്പാൻ നിന്നില്ല. കാരണം ആദ്യം തന്നെ ദേവൂട്ടനായിരുന്നു ഡ്രസ്സ് എടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉടുപ്പ് വീട്ടിലുണ്ട്. എന്നാൽ പോലും നമ്മൾ കുറച്ച് ഡ്രസ്സും കൂടെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആദ്യം തന്നെ ഇച്ചിരി വലിയ ഡ്രസ്സ് എടുത്തത്. പിന്നെ കളർ വെച്ചിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് കയറി നോക്കുകയൊക്കെ ചെയ്യും. എല്ലാ ഡ്രസ്സും നല്ല 100% പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ നല്ല കളേഴ്സും കുഞ്ഞുങ്ങൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ തുണി, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ബേബി ബോയ്സിന്റെ ഡ്രസ് സൈഡുകളെല്ലാം ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വെച്ചാൽ സമയം ഓൾറെഡി 10 മണിയാകുന്നു. ഷോപ്പ് ക്ലോസിംഗ് ടൈം ആണ് 10 മണി. ഡ്രസ്സ് എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് എടുക്കാൻ നിന്നില്ല. അത്യാവശ്യം ദേവട്ടന് വേണ്ട ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഓൾറെഡി 10 മണിയായി. ദേവട്ടൻ വീട്ടിലാണ്. സാധനമൊക്കെ എല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ ചെല്ലണ്ടേ. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി നേരെ പോയി പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ കരുതിയത്. അപ്പോഴേ ആലോചിച്ചാൽ വീട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ ഇറങ്ങുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു ഷാർജയോട് കുടിച്ചിട്ട് പോകാമെന്ന്. ഹസ്ബൻഡ് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ നേരെ ചുമ്മാ മുകളിലോട്ട് നോക്കിയാണ്. അപ്പോൾ ആകാശത്താണ്ട് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ നല്ല രസമുണ്ട് കാണാൻ. ആശാൻ ഫുൾ നിലാവിൽ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കടലെത്തി. പിന്നെ ജിതിനേട്ടൻ പോയി ഷാർജയ്ക്ക് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി ഓർഡർ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാനുള്ള ചുമ്മാ കുറച്ച് നേരം നിന്ന് ആളങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് ഞാൻ സൈഡിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ആ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാൻ. ചുമ്മാ റോഡും ആഘോഷമൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് ചന്ദ്രൻ താണ്ട് വീണ്ടും മുന്നിൽ. ചന്ദ്രൻ മുന്നിൽ തിളങ്ങുമ്പോൾ എന്തിനാ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആശാനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ മരത്തിൻ്റെ ചില്ലയിലൂടെ ഇങ്ങനെ കാണുമ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പി മൂഡ്. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നതിന് ശേഷം പിന്നെ സൈഡിലോട്ട് നോക്കി ഏട്ടൻ എന്തിയാ വന്നില്ലല്ലോ ഇതുവരെ ഏട്ടെന്ന്. ജിതിനേട്ടൻ അവിടെ പോയപ്പോൾ തന്നെ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ കുറേ ആൾക്കാർ സാധനം വാങ്ങിക്കാനായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു 10 മിനിറ്റ് എടുക്കും സാധനം കിട്ടാൻ. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സാധനം കിട്ടണമല്ലോ. ഞാനവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എങ്കിൽ പോരാൻ നമുക്ക് ഈ കടയുടെ ഫ്രണ്ടിൽ നിൽക്കാം. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോഴല്ലേ അവിടെ നിറയെ ലൈറ്റ് ഇട്ടേക്കും. നല്ല രസമുണ്ട് കാണുന്നത്. ലൈറ്റിനകത്ത് നിങ്ങൾ കുറേ നേരം നോക്കി സെൽഫി ഫോട്ടോ എടുത്തോണ്ടപ്പോൾ പറഞ്ഞു നിനക്ക് കുറച്ച് ഫോട്ടോ എടുത്തരാം. കേൾക്കേണ്ട താമസം ഞാനും ഫോട്ടോ പോസ്റ്റിങ്ങിന് തുടങ്ങി. ലൈറ്റിലോട്ട് നോക്കുന്നു, ചിരിക്കുന്നു. മൊത്തത്തിലൊരു ലൈറ്റുമയം ഫോട്ടോസ്. 10 മിനിറ്റ് കഴിയുമ്പോൾ സാധനം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഒന്ന് സ്ഥലം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.